ഇന്നുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യഹൃദയത്തിനും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സ്വർഗലോകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രചോദിപ്പിക്കുകയാണ്, നമുക്കൊരു സന്തോഷം തരികയാണ്. ഇനി മറ്റൊന്ന്, നാം ആരാധിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം, താല്പര്യം, അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത്രയേറെ നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം തിരിച്ചു കൊടുക്കണം. നമുക്കറിയാം, കരുണാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു മനുഷ്യൻ ഒരു പ്രതിജ്ഞ എടുത്തു, ഒരു ദൃഢനിശ്ചയം. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിക്കൻ തീരെ കഴിക്കൂല. സത്യത്തിൽ ഈ ചിക്കനോ കരുണാകരനോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം, അദ്ദേഹം മരിച്ച ഒരു സങ്കടത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ചിക്കൻ പാടെ ഒഴിവാക്കുകയാണ്. ഇതിൻ്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് മറഡോണ വന്ന സമയം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനായിരുന്ന IM വിജയൻ അവിടുന്ന് ആ മറഡോണ ഉപയോഗിച്ച ജെയ്സി എടുത്തിട്ട് ജെയ്സി മറഡോണ IM വിജയന് നൽകിയപ്പോൾ അത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കത്രമേൽ ഇഷ്ടപ്പെട്ട എൻ്റെ മറഡോണയുടെ ആ ഒരു വസ്ത്രം, അദ്ദേഹത്തിൻ്റെ വിയർപ്പ് പുരണ്ട ഒരു വസ്ത്രം ഞാൻ ചിൽക്കൂട്ടിലാക്കിയിട്ട് നല്ലപോലെ സൂക്ഷിച്ചു വരികയാണ്. ഇതിൻ്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്രയേറെ സ്നേഹിച്ച, നമുക്കെല്ലാം തരുന്ന ആ റബ്ബിനോട് ഈ ഒരു സ്നേഹത്തോടുകൂടെ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി നാം നന്ദി ചെയ്യുന്നു സ്നേഹത്തോടെ. അതാണ് സത്യത്തിൽ അല്ലാഹുവിനെ നാം ആരാധിക്കുക എന്ന് പറയുന്നത്. ഒരു അറബി നമുക്കൊരു നല്ല സ്മാർട്ട് ഫോൺ തന്നു. ആ അറബിയുടെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് അനാവശ്യങ്ങൾ കാണാൻ കഴിയുക? കഴിയില്ലല്ലോ. എങ്കിൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നമ്മെ പഠിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ എങ്ങനെ ആ റബ്ബിനോട് ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയും? ആയതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടുമുട്ടാനും അവൻ പറഞ്ഞതുപോലെ ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.